കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസിഫിക്കേഷൻ സയൻസിന്റെ കേസിലുള്ള ക്ലാസിഫിക്കേഷൻസും ലെവൽ ഓഫ് കെയറിന്റെ കേസിലുള്ള ക്ലാസിഫിക്കേഷൻസും ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതാണ്. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് നാല് ക്ലാസിഫിക്കേഷൻസ് ആണ്. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ, ഹോസ്പിറ്റൽസിന്റെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി. ഓക്കെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ക്ലിയർ ആണെങ്കിൽ പറയണം കേട്ടോ, മെസ്സേജ് ചെയ്യണം കേട്ടോ. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയിലെ ക്ലാസിഫിക്കേഷൻസ്, ഓണർഷിപ്പിന്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ, പിന്നെ സിസ്റ്റം ഓഫ് 1 മിനിറ്റ് നോക്കട്ടെ കേട്ടോ. ഇപ്പൊ കേൾക്കാൻ പറ്റണ്ടോ? ക്ലിയർ അല്ലാതെ ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ക്ലാസിഫിക്കേഷൻസ്, അതേപോലെ ഓണർഷിപ്പിന്റെ ബേസ് ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ, ലെങ്ത് ഓഫ് സ്റ്റേ ആണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വന്നത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് എന്താ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി. സ്പെഷ്യാലിറ്റി എന്താണ്? ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്, പ്രത്യേക വിഭാഗത്തിനുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ കാർഡിയാക് ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കും, ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യണ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അതും ഹാർട്ടിന്റെ അസുഖങ്ങൾ മാത്രമേ ആ ഹോസ്പിറ്റലിൽ ഡീൽ ചെയ്യുള്ളൂ. അങ്ങനത്തെ ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർഡിയാക് കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ഓങ്കോളജിയുടെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ ക്യാൻസറുടെ പല ടൈപ്പ് ക്യാൻസർ ഉണ്ടെന്ന് അറിയാം. പല ടൈപ്പ് ക്യാൻസർ റിലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് മാത്രം. ക്യാൻസറിൽ പല ടൈപ്പ് ഉണ്ടാവും. ക്യാൻസർ ട്രീറ്റ്മെന്റ് ആയിരിക്കും ആ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യണത്? പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗം ഹാൻഡിൽ ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സ്പെഷ്യാലിറ്റി സർവീസ്, സ്പെഷ്യാലിറ്റി കെയർ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യണത്. അപ്പൊ അവർ അത് ചെയ്യണ ആ ഒരു ഹോസ്പിറ്റൽസിന്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കും. അവരുടെ കയ്യിൽ അത്യാവശ്യം റിസോഴ്സസ് ഉണ്ടാവും, വെൽ എക്യുപ്പൈഡ് ആയിരിക്കും. അതായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ എന്താ പറയുക കാറ്റഗറീസ് ഓഫ് എക്യുപ്മെന്റ്സും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, ഡോക്ടേഴ്സ്, നേഴ്സ് ഒക്കെ ആയിരിക്കും അവിടെ എന്ത് ചെയ്യണത്? നമ്മൾ നോക്കേണ്ടത്. ഇതാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അവരെന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? സ്പെഷ്യാലിറ്റി സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ can also classified on the basis of clinical specialty they offer. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിലും അവർ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താ പറയാ, കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ടിന്റെ അസുഖങ്ങൾ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ്. ഓങ്കോളജി അല്ലെങ്കിൽ ഓങ്കോ ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ ക്യാൻസർ റിലേറ്റഡ് ട്രീറ്റ്മെന്റ് മാത്രം ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഡെലിവറിയുടെ മാത്രം ഡീൽ ചെയ്യുന്ന ഹോസ്പിറ്റൽ, ഗൈനക്കിന്റെ ഹോസ്പിറ്റൽസ് ഉണ്ടാവും. ഗൈനക്കോളജിന്റെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസിൽ ഉണ്ടാവും. അങ്ങനെയൊക്കെ നോക്കാം, ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റൽസ് ആണ്. അവരുടെ പേരിലുണ്ടാവും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒന്നിൽ കൂടുതൽ സർവീസ് ഉള്ള ഹോസ്പിറ്റൽ എന്ന് വിചാരിക്കുമ്പോ ഹാർട്ടിന്റെ കാര്യം നോക്കേണ്ട. അതേപോലെ തന്നെ വേറൊരു വിഭാഗം കൂടെ അവർ എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ആ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറയും. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഹോസ്പിറ്റൽ വിച്ച് ഓഫർ കാർഡിയാക് കെയർ, ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന കെയർ ആണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആർ ക്ലാസിഫൈഡ് ആസ് കാർഡിയാക് ഹോസ്പിറ്റൽ. അങ്ങനത്തെ ഹോസ്പിറ്റൽസ് നമ്മൾ എന്ത് പറയും? കാർഡിയാക് ഹോസ്പിറ്റൽസ് എന്ന് പറയും. വിച്ച് പ്രൊവൈഡ് ക്യാൻസർ കെയർ ആർ ക്ലാസിഫൈഡ് ആസ് ഓങ്കോ ഹോസ്പിറ്റൽ. ക്യാൻസറിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനാണെങ്കിൽ അവര് വൺ മിനിറ്റ് കേട്ടോ, ഞാൻ നോക്കട്ടെ. ഞാനിപ്പോ പറയണത് ക്ലിയർ ആണോന്ന് പറയണോ കേട്ടോ. ഓക്കെ,
എന്തെങ്കിലും ക്ലിയർ ആവാതെ അല്ലെങ്കിൽ പുറത്ത് കേൾക്കാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ചാപ്റ്റർ 4th ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ക്യാൻസർ ആയിട്ട് മാത്രമുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് നമ്മൾ എന്താ പറയുക, ഓങ്കോളജി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓങ്കോ ഹോസ്പിറ്റൽസ് എന്ന് പറയും. എ ഹോസ്പിറ്റൽ ക്യാൻ ഓഫർ വൺ ഓർ മോർ സ്പെഷ്യാലിറ്റി. അപ്പൊ എന്താണ് ഒറ്റ സ്പെഷ്യാലിറ്റി ഓഫർ ചെയ്യുന്ന ഹോസ്പിറ്റൽ നമ്മൾ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്നാണ് പറയുന്നത്. പ്രത്യേകം ഒറ്റ വിഭാഗം മാത്രം അവിടെ എന്തെങ്കിലും ഡീൽ ചെയ്യുള്ളൂ. അപ്പൊ ഹാർട്ടിന്റെ മാത്രമാണെങ്കിൽ കാർഡിയാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഹോസ്പിറ്റൽസ് നമ്മൾ എന്ത് പറയും, സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറയും. ഇനി ഒന്നിൽ കൂടുതൽ ഉണ്ടെന്ന് വിചാരിക്കും, മോർ ദാൻ വൺ, അങ്ങനെയാണെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ പ്രത്യേക വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്താ പറയാ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്നാണ് പറയാം. ഓക്കെ, എ ഹോസ്പിറ്റൽ ക്യാൻ ഓഫർ വൺ ഓർ മോർ സ്പെഷ്യാലിറ്റി, മെയിൻലി സിംഗിൾ സ്പെഷ്യാലിറ്റി, ഒറ്റ ഒരു നോൺ ഡീൽ ചെയ്യണമെങ്കിൽ സിംഗിൾ സ്പെഷ്യാലിറ്റി, ഓർ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, മോർ സ്പെഷ്യാലിറ്റി ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്നാണ് പറയുന്നത്. ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫർ, ദ ടൈപ്പ് ഓഫ് റിസോഴ്സസ്, namely single specialty or multiple specialty hospital, also depending upon specialty that a hospital offer. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യാലിറ്റി സർവീസ് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഇറ്റ് ഓർഗനൈസ്ഡ് ഡിറ്റർമിൻഡ്. നമ്മളിപ്പോ സ്പെഷ്യാലിറ്റി സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ ഇൻസ്ട്രുമെന്റ്സും എവിടെ ഉണ്ടാവണം, ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഈ കാർഡിയാക് ഹോസ്പിറ്റൽ ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യണ ഹോസ്പിറ്റൽ, ഹാർട്ടിന്റെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണ ഹോസ്പിറ്റൽസ് ആണ്. അവിടെ ഹോസ്പിറ്റൽ വിൽ നീഡ് കാർഡിയാക് ലാബ് എന്ന് വെച്ചാൽ കാർഡിയാക് ലാബോറട്ടറി നിർബന്ധമായിട്ട് വേണം. ആൻഡ് കാർഡിയാക് ICU, കാർഡിയാക് ആയിട്ടുള്ള പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള ICU അവിടെ അവൈലബിൾ ആയിരിക്കണം. വൈ ആൻഡ് ഓങ്കോളജി ഹോസ്പിറ്റൽ വിൽ റിക്വയർ റേഡിയേഷൻ തെറാപ്പി ഉണ്ട്. ഇപ്പൊ ക്യാൻസർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് അവൈലബിൾ ആയിരിക്കണം. നോക്കാം, നമ്മളിപ്പോ എന്താ പറഞ്ഞത്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനെ കുറിച്ചാണ്. ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക മെഡിക്കൽ സ്പെഷ്യാലിറ്റിയില്, സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഓങ്കോളജി എന്നാണ് ഓങ്കോന്റെ ഫുൾ ഫോം. ഓങ്കോളജി ക്യാൻസർ ആയിട്ടുള്ള റിലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിനാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക വിഭാഗമാണ് അവിടെ, ഒരു പ്രത്യേക അസുഖത്തിന് മാത്രമുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് ആണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഹോസ്പിറ്റൽസിന് നമ്മൾ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറയും. എക്സാമ്പിൾ ഏതൊക്കെ ഞാൻ പറഞ്ഞത്, കാർഡിയാക് ഹോസ്പിറ്റൽസ്, ഓങ്കോളജി ഹോസ്പിറ്റൽസ് ഒക്കെ ഇതിന് ഓങ്കോ ഹോസ്പിറ്റൽസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഈ ഹോസ്പിറ്റൽസ് ഒന്നില്ലെങ്കിൽ ഒറ്റ സർവീസ് ആയിരിക്കും. ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആവണമെങ്കിൽ ഇപ്പൊ ഓക്കെ നോക്കാം കേട്ടോ. എക്സാമ്പിൾസ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിന് ഓക്കെ, എനിക്ക് എക്കോ ഉണ്ട് തോന്നുന്നത്. ഓക്കെ കേട്ടോ, ഞാൻ എക്കോ കുറച്ചിട്ടാണ് സൗണ്ട് കുറച്ച് പറഞ്ഞത്. അപ്പൊ സൗണ്ട് ഒട്ടും ഇല്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ സൗണ്ടിൽ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇപ്പൊ പറയുന്നത് ക്ലിയർ ആണ്, ഈ വോയിസ് മതിയോ? ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്പെഷ്യാലിറ്റി സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ പ്രത്യേക വിഭാഗം അസുഖങ്ങൾക്കാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ പറഞ്ഞത് കാർഡിയാക് ഹോസ്പിറ്റൽസ്, അതേപോലെ ഹോസ്പിറ്റൽസ് ഒക്കെ എക്സാമ്പിൾ ആണ്. ഇനി ഒറ്റയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി സർവീസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും, ഒന്നിൽ കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറയും. അതേപോലെ ഇപ്പൊ കാർഡിയാക് ഹോസ്പിറ്റലിലാണെങ്കിൽ കാർഡിയാക് ആയിട്ട് റിലേറ്റ് ചെയ്യണ എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ ഫെസിലിറ്റീസും ആ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ വേണം. അപ്പൊ കാർഡിയാക് ലാബ് അതേപോലെ തന്നെ കാർഡിയാക് ICU ഒക്കെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കണം.
അതേപോലെ ഓങ്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് ആ ഹോസ്പിറ്റലിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇത്രയുമാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി പറയുന്നത്. ഓക്കെ, ഇതിന് ഡൗട്ട് വല്ലതും ഉണ്ടോ? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ ഡൗട്ട് ഒന്നും ഇല്ലാലോ? എന്തെങ്കിലും പറഞ്ഞോട്ടോ. കോമൺ ആയിട്ടുള്ള ഡൗട്ട് ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അവസാനത്തെ ക്ലാസ്സിൽ ക്ലാസ്സിന്റെ അവസാനം 10 minutes ഒരു സമയം ഉണ്ടല്ലോ, അപ്പൊ ആ ടൈമില് പറയാം. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണ ഒറ്റൊരു സർവീസ് അല്ലെങ്കിൽ ഒറ്റൊരു വിഭാഗം മാത്രമായിരിക്കും അവിടെ ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞിട്ട് മനസ്സിലാക്കാം. കാർഡിയാക്ക് ആണെങ്കിൽ ഹാർട്ട് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് നമ്മൾ എന്ത് പറയും? കാർഡിയാക്ക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാർഡിയാക്ക് ഹോസ്പിറ്റൽസ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ സർവീസുകൾ, ഒന്നിൽ കൂടുതൽ വിഭാഗങ്ങൾ ഡീൽ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പബ്ലിക് ഹോസ്പിറ്റൽസ്, സെക്കൻഡ് വൺ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പബ്ലിക് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും ഈ ഹോസ്പിറ്റൽസ് വന്നത്. ഇവിടെ മാനേജ് ചെയ്യണതും കൺട്രോൾ ചെയ്യണതും ഓൺ ചെയ്യണതും ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ആരാണ് പബ്ലിക് ഹോസ്പിറ്റൽസ്? ഗവൺമെന്റിന്റെ കീഴിൽ വന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ പബ്ലിക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യണതും കൺട്രോൾ ചെയ്യണതും അതേപോലെ ഓൺ ചെയ്തിരിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആയിരിക്കും. ഈ പബ്ലിക് ഹോസ്പിറ്റൽസിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്. അവസാനത്തതാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന് കീഴിൽ വന്ന ഹോസ്പിറ്റൽസിനെയാണ് PSU ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന് കീഴിൽ വന്ന ഹോസ്പിറ്റൽസിന് നമ്മൾ എന്ത് പറയും? PSU ഹോസ്പിറ്റൽസ് എന്ന് കൂടി പറയും. ഓക്കെ, ഇനി സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് മാനേജും കൺട്രോളും ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വന്ന ഹോസ്പിറ്റൽ, എക്സാമ്പിൾ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ് എയിംസ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് കീഴിൽ വന്ന ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ അവിടെ മാനേജും കൺട്രോളും ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും അവിടെ മാനേജും കൺട്രോളും ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ഇപ്പൊ എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ തൃശ്ശൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, അങ്ങനെ പറയുന്നതാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ കീഴിൽ വന്ന അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വന്ന ഹോസ്പിറ്റൽസ്. നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽസ് ഒക്കെ എന്താണ്? മുനിസിപ്പൽ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ PSU ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ് ബൈ സ്പെഷ്യലൈസ്ഡ് PSU. ഇപ്പൊ നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഒരു എക്സാമ്പിൾ ആണ് റെയിൽവേ. റെയിൽവേയുടെ കീഴിലൊരു ഹോസ്പിറ്റലാണ് റെയിൽവേ ഹോസ്പിറ്റൽസ് എന്ന് പറയും. അതാണ് PSU എക്സാമ്പിൾ. റെയിൽവേ എന്ന് പറയുന്ന ഒരു സെക്ടറിന്റെ കീഴിൽ, ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിന്റെ കീഴിൽ വരുന്ന ഒരു ഹോസ്പിറ്റൽസിന് PSU എന്ന് പറയും. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. എയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. PGIs അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. എയിംസിന്റെയും അതേപോലെ തന്നെ PGIയുടെയും പിന്നെ PSUയുടെയും ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം എല്ലാവരും. നമ്മുടെ പ്രിന്റഡ് നോട്ടിൽ തന്നെ എഴുതി വെക്കാം. ഓക്കെ, ഒന്നും കൂടി പറയാം കേട്ടോ, ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. എയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അടുത്താണ് PGI, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. നെക്സ്റ്റ് പറഞ്ഞതാണ് PSU, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്. ഓക്കെ, നോട്ടിലേക്ക് വരാട്ടോ. ഓണർഷിപ്പ്. On the basis of ownership, hospital can be classified as follows. Okay, നമ്മുടെ ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറയും.
സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസും. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എങ്ങനെയാണ്? അവിടെ മാനേജ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് മാനേജ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഇവിടെ ആരാണ് മാനേജ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. എക്സാമ്പിൾ ആണ് പറഞ്ഞത് എയിംസ് ആൻഡ് PGIs. എയിംസിന്റെ ഫുൾ ഫോം ആണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും PGIയുടെ ഫുൾ ഫോം ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ ഓക്കെ എക്സെട്രയാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അത് ക്ലിയർ ആയ എല്ലാവർക്കും ഈ രണ്ട് ഹോസ്പിറ്റൽസ് എയിംസിന്റെയും? ഓക്കെ, ഇനി അറിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്തിട്ടേക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എയിംസിന്റെ ഫുൾ ഫോം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്ക്, PGIയുടെ ഫുൾ ഫോം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്ക് റെഫർ ചെയ്യാതെ കുഴപ്പമില്ല. ഓക്കെ ആണെങ്കിൽ ലാസ്റ്റ് ടൈപ്പ് ചെയ്യാം. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ് ഇനി പറയാൻ പോണത്. ദോസ് മാനേജ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യണത്? മാനേജ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനൊരു എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആണ്. ഇപ്പൊ ജില്ലാ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, തൃശ്ശൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, അതൊക്കെ എക്സാമ്പിൾ എന്തിനാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ എക്സാമ്പിൾ ആണ്. ഇതിനെ ടൈപ്പ് ചെയ്തായിരിക്കാം. സെയിം PGIയുടെ ഫുൾ ഫോം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. റിസർച്ചിന്റെ G അടിച്ചിരിക്കുന്നത് H ആണ്. കൃഷ്ണ കറക്റ്റ് ആണ് ഏകദേശം. ഓക്കെ, നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? മുനിസിപ്പൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ദെൻ മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണല്ലോ. മെഡിക്കൽ കോളേജ് വരും. ഓക്കെ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഇപ്പൊ കളമശ്ശേരി മെഡിക്കൽ കോളേജ്, അതേപോലെ ഗവൺമെന്റ് കീഴിലുള്ള എല്ലാ മെഡിക്കൽ കോളേജും എന്തിന്റെ കീഴിൽ വരും? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ കീഴിൽ വരും. ഇനി മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ഒക്കെയാണ് ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വന്ന എല്ലാ ഹോസ്പിറ്റൽസിനെയും നമ്മൾ എന്താണ്? മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഡിസ്ട്രിക്റ്റിന്റെ കീഴിൽ വന്ന എല്ലാ ഹോസ്പിറ്റൽസിനെയും. അപ്പൊ നമുക്ക് താലൂക്ക് ഹോസ്പിറ്റൽസ് ഒക്കെ എന്തിന്റെ കീഴിൽ? ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ഒക്കെ എന്തിന്റെ കീഴിലാണ് വന്നത്? മുനിസിപ്പൽ ഹോസ്പിറ്റൽസിന്റെ കീഴിലാണ് വന്നത്. ഓക്കെ, ഇനി പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റീസ് ആണ് PSU. എന്താണ് പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റീസ് എന്ന് വെച്ചാല് ഗവൺമെന്റിന്റെ ഒരു ബ്രാഞ്ച്, എന്താ പറയാ, ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഒരു എന്താണ് ഒരു സെക്ടർ ആണ്, അല്ലെങ്കിൽ ഒരു കമ്പനി പോലത്തെ ഒരു ഓർഗനൈസേഷൻ ആണ് എന്താ PSU എന്ന് പറയുന്നത്. അവിടെ അവര് അവരുടെ കീഴിൽ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയണം? PSU ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. നമുക്കറിയാം റെയിൽവേ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു കമ്പനി. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു PSUവിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുകയാണെങ്കിൽ അത് എന്തിന് എക്സാമ്പിൾ ആണ്? PSU ഹോസ്പിറ്റൽസിലെ എക്സാമ്പിൾ ആണ്. പബ്ലിക് സെക്ടർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് PSU, public sector undertaking. Those managed by specific public sector undertakings like Railway Coal India Limited. ഇവ രണ്ടുപേരും മാനേജ് ചെയ്യുന്ന എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്. റെയിൽവേയുടെ ഹോസ്പിറ്റൽസ് ഉണ്ട്, അതേപോലെ തന്നെ കോൾ ഇന്ത്യയുടെ ഹോസ്പിറ്റൽസ് ഉണ്ട്. PSUവിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ പബ്ലിക് ഹോസ്പിറ്റൽസ് 4 നമ്മൾ ഡിസ്കസ് ചെയ്തു. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് മാനേജ് ചെയ്യാൻ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്. എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? എയിംസ്, PGIs. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആരാണ് മാനേജ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. എക്സാമ്പിൾ എന്താണ്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ആരാണ് മാനേജ് ചെയ്യുന്നത്? ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ് വരുന്നത്. ഇനി അടുത്തതാണ് PSU ഹോസ്പിറ്റൽസ്. PSU ഹോസ്പിറ്റൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിന് കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസിനെ നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് സെക്ടർ PSU ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് മെയിൻലി
നമ്മൾ പബ്ലിക് ഹോസ്പിറ്റൽസ് മെയിൻലി എന്തിനു വേണ്ടിയിട്ട് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യണത്. അവര് ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ടൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ കോസ്റ്റ് ഫ്രണ്ട്ലിയിലാണ്, അല്ലെങ്കിൽ പൈസ കുറവിലാണ് ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തീരെ കുറവിലാണ് ആര് ഗവൺമെന്റ് നമുക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണത്. അത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ്. ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ട് എന്താണ് ഹോസ്പിറ്റൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ഒന്നും ഏൺ ചെയ്യുന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല, സർവീസ് ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അത് മാറും. അവരുടെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കുള്ളൂ. പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ള റിപ്പോർട്ട് ഉപയോഗിച്ച് ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നത്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ചിലപ്പോൾ ഇൻഡിവിജ്വൽസ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും മാനേജ് ചെയ്യുന്നത്. ഒരു വ്യക്തിയായിരിക്കും മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും. ഒരു വ്യക്തിയാണെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ്, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണെങ്കിൽ പാർട്ണർഷിപ്പിന്റെ ബേസിലുള്ള ഹോസ്പിറ്റലോ അങ്ങനെയൊക്കെ വരും. നമുക്ക് നോക്കാം കേട്ടോ. ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ആണ്, അല്ലെങ്കിൽ ബിസിനസ് പർപ്പസ് എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ബിസിനസ് പർപ്പസ്. ഇവരുടെ മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ആണ്. സാധാരണ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവർ എന്ത് പ്രൊവൈഡ് ചെയ്യും ബിസിനസ് എന്നുള്ള രീതിയിലായിരിക്കും അവർ ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യണത്. അതിൽ നിന്ന് എന്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഹോസ്പിറ്റൽസ് ഉണ്ടെന്ന്. ഇനി ഇൻഡിവിജ്വൽസ് ആൻഡ് പാർട്ണർഷിപ്പ്, ഇൻഡിവിജ്വൽസിന്റെയും പാർട്ണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും ആ ബിസിനസ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് മാനേജ് ചെയ്യണമെങ്കിൽ അത് ഇൻഡിവിജ്വൽ ഹോസ്പിറ്റൽസ് ആണ്. ഒന്നിൽ കൂടുതൽ വ്യക്തികളാണെങ്കിൽ മാനേജ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, ഇത് പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ 2-3 പേര് ഒരുമിച്ച് ഒരു ബിസിനസ് ഒരു ഹോസ്പിറ്റൽസ് റൺ ചെയ്യുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽസ് എന്ന് പറയും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് കേട്ടോ. എന്താണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ? വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, വലിയ കമ്പനികൾ, പ്രൈവറ്റ് കമ്പനീസിന്റെ കീഴിൽ ഹോസ്പിറ്റൽസ് ഉണ്ടാവും. അങ്ങനത്തെ ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയണത്, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് കമ്പനികളുടെ കീഴിലുള്ള ഹോസ്പിറ്റൽസിനെയാണ്, വലിയ കമ്പനികളുടെ കീഴിൽ വന്ന ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് കമ്പനിയുടെ കീഴിൽ വന്ന ഹോസ്പിറ്റൽസിനെയാണ് എന്ത് പറയണത്, നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്. ഈ ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നത് ഒരിക്കലും പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. ഒരു സർവീസ്, ഗവൺമെന്റ് അല്ല, ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും, ചിലപ്പോൾ NGOs ഒക്കെ ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസ് ചിലപ്പോൾ അവര് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഫ്രീ ആയിട്ട് NGOs ഫ്രീ ആയിട്ട് എന്ത് ഹാർട്ടിന്റെ ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഹോസ്പിറ്റൽസ് ആണ് എന്ത് പ്രോഫിറ്റിന് വേണ്ടി റൺ ചെയ്യാത്ത ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ NGO. അതേപോലെ തന്നെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്യണത്, റൺ ചെയ്യണ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽ ഓൺഡ് ബൈ NGO, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ that do not have a business purpose connected with it. ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഒന്ന് ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് അല്ല അവർ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് നല്ലത് വരണം, അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങളായിട്ട് എന്ത് ചെയ്യണത്, അസുഖങ്ങളായിട്ട് വിഷമിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസും അതേപോലെ NGOസും ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഓണർഷിപ്പിന്റെ ബേസിൽ എന്ത് ചെയ്യണത്, ക്ലാസിഫിക്കേഷൻ വന്നത്. ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ്, പബ്ലിക് ഹോസ്പിറ്റൽസും പ്രൈവറ്റ് ഹോസ്പിറ്റൽസും. പബ്ലിക് ഹോസ്പിറ്റൽ നോക്കുമ്പോൾ എങ്ങനെയാണത്, ഓൺഡും മാനേജ്ഡും കൺട്രോൾഡ് ബൈ ആരാന്ന് പറഞ്ഞത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ആണത് എന്ത് ചെയ്യണത്, ഓൺഡ് മാനേജ്ഡ് കൺട്രോൾഡ് ബൈ ആരാണ്, ഗവൺമെന്റ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. അതിന്റെ കാറ്റഗറിയിലാണ് വന്നത് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് വന്നിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് വന്നിട്ടുണ്ട്, മുനിസിപ്പൽ ഹോസ്പിറ്റൽ വരുന്നുണ്ട്, PSUs വരുന്നുണ്ട്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. എക്സാമ്പിൾ എയിംസ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ വരുന്ന ഹോസ്പിറ്റൽ, നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജ് ഒക്കെ എന്താണ്, സ്റ്റേറ്റ് മെഡിക്കൽ കോളേജ്. സ്റ്റേറ്റിന് കീഴിലുള്ള മെഡിക്കൽ കോളേജ് ഒക്കെ എങ്ങനെയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ്.
ദെൻ മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്. നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ദെൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. എന്താണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്? അണ്ടർടേക്കിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസിനെയാണ് എന്ത് പറയുന്നത്? പബ്ലിക് PSU ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. എടവേ സ്പീഡ് ഓക്കെ ആയോട് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പറയുന്ന കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റണത്? സ്പീഡ് കുഴപ്പമില്ലല്ലോ. കാരണം ഞാൻ അത്യാവശ്യം സ്പീഡ് കുറച്ചാണ് പറയുന്നത്. ഇതിൽ ഓരോ സെന്റൻസ് വായിച്ച് പതുക്കെയല്ലേ പറഞ്ഞത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നത് സ്പീഡ് ഓക്കെ ആണെന്ന് തോന്നുന്നത്. നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലേക്ക് വന്നോളൂ, ക്യാച്ച് ചെയ്ത് വന്നോളൂ. ഇപ്പൊ തോന്നുന്നത് ഞാൻ സൗണ്ട് കൂട്ടിയാ പറയണത്. അത് മാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നുള്ളൂ. സ്പീഡ് ഓക്കെ ആണെന്നാണ് എല്ലാവരും പറയണത്. ഓക്കെ, നിങ്ങളൊന്ന് ആ ഒരു രീതിയിലേക്ക് വന്നാൽ മതി, ശ്രദ്ധിച്ചിരുന്നാൽ മതി. വേറെ എവിടെ ശ്രദ്ധയൊന്നും പോകാൻ ഈ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? നോക്കാം ട്ടോ. അപ്പൊ ഇത്രയുമാണ് പബ്ലിക്. ശരിയാണ്, ക്ലാസ്സിന്റെ പ്രശ്നമുണ്ട്, കുറച്ച് എക്കോ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഈ പതർന്നതൊക്കെ തോന്നുന്നത്. ഓക്കെ, ഇപ്പൊ പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽസ് കിട്ടി. ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പബ്ലിക് ഹോസ്പിറ്റൽസ് പറയുന്നത്. പ്രൈവറ്റിന് കീഴിലും ഇതേപോലെ കുറെ ഹോസ്പിറ്റൽ ഉണ്ട്. പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്റെ കീഴിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷന്റെ കീഴിലായിരിക്കും ഈ ഹോസ്പിറ്റൽസ് വന്നത്. പ്രൈവറ്റ് അത് ആയതാണ് പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ഹോസ്പിറ്റലിനെ ബിസിനസ് ആയിട്ട് കണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഹോസ്പിറ്റൽ ബിസിനസ് ആണ് കണ്ടിട്ട് അധികം പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്ന് വിചാരിച്ച് നടത്തുന്ന ആൾക്കാർ, അതാണ് പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് ആൻഡ് പാർട്ണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ടാവും. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നടത്തുന്ന ഹോസ്പിറ്റൽസിനെയാണ് ഇൻഡിവിജ്വൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ വ്യക്തികൾ വരുമ്പോൾ പാർട്ണർഷിപ്പിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നത്. ദെൻ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്. ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ കീഴിൽ, പ്രൈവറ്റ് കമ്പനിയുടെ കീഴിലായിരിക്കും ആ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത്. ആ കമ്പനി പറയുന്ന പോലെ ആയിരിക്കും ആ ഹോസ്പിറ്റൽസിൽ എല്ലാ മിക്ക കാര്യങ്ങളും റൺ ചെയ്യുന്നത്. ഇനി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാൽ പ്രോഫിറ്റ് ആയിരിക്കും അവരുടെ ബേസിക് കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, പാവപ്പെട്ട ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ അതിന് ഹോസ്പിറ്റൽ ഓൺ ബൈ NGO. NGOയുടെ ഫുൾ ഫോം ചോദിച്ചു. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഗവൺമെന്റ് അല്ലാത്തൊരു ഓർഗനൈസേഷനെയാണ് NGO എന്ന് പറയുന്നത്. അത് കഴിവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഫുൾ ഫോം പറയാനുണ്ട്. ഓക്കെ, NGOയുടെ കീഴിലോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലോ വന്ന ഹോസ്പിറ്റൽസ് ആണ് എന്ത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്? ഓക്കെ ആണോ? ഓണർഷിപ്പിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പോവാണ് കേട്ടോ. സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ എന്ത് ടൈപ്പ് മെഡിസിൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന് എന്താണ് ഡൗട്ട് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് മിക്കതും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് തന്നെയാണ്. NGOയുടെ ഫുൾ ഫോം ആണ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഓക്കെ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, NGOs. അപ്പൊ ഇനി സിസ്റ്റം ഓഫ് മെഡിസിനിലേക്ക് പോവാണ് കേട്ടോ, ഡൗട്ട് ഒന്നും ഇല്ലാതെ. ഓക്കെ, സിസ്റ്റം ഓഫ് മെഡിസിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡീൽ ചെയ്യണ ആ മെഡിസിന്റെ ആയിട്ട് റിലേറ്റ് ആയിരിക്കും ആ ഹോസ്പിറ്റല്. അപ്പൊ മെയിൻ ആയിട്ട് അലോപ്പതി ഹോസ്പിറ്റൽസ് ആണ് നമുക്ക് ഭൂരിഭാഗം കാണുന്ന ഹോസ്പിറ്റൽസും അലോപ്പതി ഹോസ്പിറ്റൽസ് ആണ്. നമുക്ക് പറയുമ്പോ ഇംഗ്ലീഷ് മരുന്ന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഹോസ്പിറ്റൽ അലോപ്പതി ആയിട്ട് റിലേറ്റ് ചെയ്യണ ഹോസ്പിറ്റൽസ് കേട്ടോ. ഇനി ഇന്ത്യയിൽ അലോപ്പതിയുടെ തന്നെ കൂടെ കുറച്ച് മെഡിസിൻസും കൂടി നമുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി. അപ്പൊ ഇതിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിന് 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അലോപ്പതി ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ, ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽസ്. ഈ ഹോസ്പിറ്റൽസ് എന്താണ്, ഈ സിസ്റ്റം എന്താണെന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തതെന്ന് അറിയാം. അത് ഓർത്താൽ മതി. നമുക്കിവിടെ ഹോസ്പിറ്റൽസിന്റെ പേരുകൾ മാത്രം പറഞ്ഞു പോകാനായിട്ട് ഉള്ളൂ. ഓക്കെ,
In modern world, allopathy as the system of medicine. നമ്മുടെ മോഡേൺ വേൾഡിൽ അലോപ്പതി ആണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിട്ട് കണക്കാക്കുന്നത്. ഇത് മെയിൻലി യൂസ്ഡ് ആസ് ദ സിസ്റ്റം ഓഫ് മെഡിസിൻ. നമ്മുടെ ബേസിക് മെഡിസിന്റെ ബേസ്, സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസ് എന്ന് പറയുന്നത് അലോപ്പതി ആണ്. ഹവർ ഇൻ ഇന്ത്യ, നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി ആർ ഓൾസോ അക്നോളജ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ. ഇതും കൂടി എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഭൂരിഭാഗം നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ ഇതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ? ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി. പ്രിഫേർഡ് ബൈ മെനി പീപ്പിൾസ്. ഒരുപാട് ആൾക്കാർ അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആയുർവേദ ഹോസ്പിറ്റൽ, ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ്, യുനാനി ഹോസ്പിറ്റൽ, 3 ഹോസ്പിറ്റൽസും നമ്പേഴ്സ് ഇന്ത്യയിൽ കുറവാണ്, കുറച്ചുള്ളൂ. ഇപ്പൊ നമ്മളൊരു 10 ഹോസ്പിറ്റൽസിന്റെ പേര് എടുക്കുകയാണെങ്കിൽ ആ 10 എണ്ണത്തിൽ ഒരു 8 എണ്ണം അലോപ്പതി ഹോസ്പിറ്റൽസ് ആയിരിക്കും. പിന്നെ 2 എണ്ണത്തില് 9 അലോപ്പതി ഹോസ്പിറ്റൽസ് ആണ്. ബൈ ചാൻസ് ഉള്ള ഒരെണ്ണത്തില് ഒന്നില്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റൽ ആയിരിക്കും, ആയുർവേദത്തിന്റെ മെഡിസിൻസ് ഡീൽ ചെയ്യുന്ന ഹോസ്പിറ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ്. ചിലപ്പോഴേ ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ് ആവുള്ളൂ, ബൈ ചാൻസ് ആവും. ഓറാണ്, കാരണം അത്രയും 10 ഹോസ്പിറ്റൽ എടുത്താൽ അതിൽ 1 or 2 ഹോസ്പിറ്റൽ മാത്രമേ എന്തുള്ളൂ, ആയുർവേദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ് ഉള്ളൂ. എണ്ണം കുറവാണ്, നമ്മുടെ എണ്ണം കുറവാണ്. പക്ഷെ ഇവരുടെ ഡിമാൻഡ് ഭയങ്കര ഹൈ ആണ്. ആയുർവേദത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാർ, നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ ആയുർവേദത്തിൽ മാത്രം കുറച്ചും കൂടി പ്രിഫറൻസ് കൊടുത്ത് അതിന്റെ ട്രീറ്റ്മെന്റ് മാത്രം ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല റിസൾട്ട് കിട്ടണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഹോസ്പിറ്റൽസ് എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ പ്രൊമിനന്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ. നമ്മളുടെ പാരമ്പര്യ ആ ചികിത്സാ രീതിയാണ് ആയുർവേദം എന്നുള്ളത്. ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. അതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽ, 3 ആയിട്ട് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? ഹോമിയോപ്പതി, ആയുർവേദ, യുനാനി. ഓക്കെ അല്ലേ? സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതില് അലോപ്പതി ഹോസ്പിറ്റൽസ് മുകളിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് 2ാമത് എടുത്ത് പറയാഞ്ഞത്. ഓക്കെ. പിന്നെ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽ. ഈവൻ ത്രൂ സച്ച് ഹോസ്പിറ്റൽസ് ആർ ഫ്യൂ ഇൻ നമ്പേഴ്സ്. എണ്ണത്തിൽ കുറവാണ് ആ ഹോസ്പിറ്റൽസുകൾ, എണ്ണത്തിൽ കുറവാണ്. നമ്മുടെ വീടിന്റെ പരിസരത്തൊന്ന് നോക്കിയാണെങ്കിൽ ഒരു 10 ഹോസ്പിറ്റൽസിന്റെ പേര് ഓർഡർ ഒന്ന് പറഞ്ഞു നോക്കി. അതില് ബൈ ചാൻസ് ആണ് ആയുർവേദ ഹോസ്പിറ്റല്, അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടാവും. ആയുർവേദ ഹോസ്പിറ്റൽ എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു, ഞങ്ങളുടെയൊക്കെ ഏരിയയിലുണ്ട്. പിന്നെ ഹോമിയോപ്പതി ഹോസ്പിറ്റല് ഞങ്ങളുടെ ഇവിടെ ഇല്ല. ഹോമിയോപ്പതി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന മെഡിസിൻസിന്റെ ഹോസ്പിറ്റൽസ് ഇല്ല, കുറവാണ്. അപ്പം നമ്പർ എങ്ങനെയാണ്? കുറവാണ്. ആയുർവേദ ഹോസ്പിറ്റൽസിന്റെയും അതേപോലെ ഹോമിയോപ്പതി ഹോസ്പിറ്റൽസിന്റെയും നമ്പേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസുകൾ കുറവാണ്. There is an increased interest of the people in availing treatment of these system of medicine. പക്ഷേ ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ആയുർവേദത്തിൽ വിശ്വസിക്കുന്ന ആയുർവേദ ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഡിമാൻഡ് ഒക്കെ എന്താവും? ആ ഹോസ്പിറ്റൽസിൽ കുറച്ചുള്ളൂ എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഡിമാൻഡ് അവർക്ക് കൂടുതലാണ്. ആയുർവേദ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അവർക്ക് ആ ഡിമാൻഡ് അത്യാവശ്യം കൂടുതലാണ്. സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ എത്രയായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അലോപ്പതി ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ, ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽ. ഓക്കെ. ഇനിയിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്നാൽ സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തത്? 4 ആണെന്നുള്ളത് ഓർമ്മോട്ടാ. അലോപ്പതി ഓൾറെഡി മോളി പറഞ്ഞുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. സിസ്റ്റം ഓഫ് മെഡിസിൻ മനസ്സിലായോ എല്ലാവർക്കും? ഹോസ്പിറ്റൽസിന്റെ ക്ലാസിഫിക്കേഷൻ ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ബ്രാൻഡ് അല്ല അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഇത്ര ദിവസമാണ് ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ ഇത്രയും നാൾ വരെ ഇപ്പൊ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ആണ് സ്റ്റേ. ഒരു ദിവസം മുതൽ 2 ദിവസം മുതൽ ഒരു 20 ദിവസത്തേക്കാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു. ചെറിയൊരു കാലയളവിലേക്ക് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു. ഇനി ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് ഉണ്ട്. ചിലപ്പോൾ ഒരു മാസങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷങ്ങളോളം ആ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും അവർ ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അങ്ങനത്തെ ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. മോർ ദാൻ മന്ത് ഓർ ഇയേഴ്സ്, ഒരു മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ്? മെന്റൽ ഹോസ്പിറ്റൽസ്.
എക്സാമ്പിൾ ആണ്. വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും, മാസങ്ങളോളം ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ. പിന്നെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് എന്തെങ്കിലും അഡിഷൻ ഉണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ കൊണ്ടുപോകും. അത് ചിലപ്പോൾ ഒരു 6 മാസം 3 മാസം ഒക്കെ ആയിരിക്കും അവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറ്റിക് കെയർ സെന്റേഴ്സ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമായ ആൾക്കാരുണ്ടാവും, പ്രായമായ ആൾക്കാർ കൂടുതൽ ശ്രദ്ധയോട് കൂടി പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് ജനറിക് കെയർ സെന്റേഴ്സ് പ്രവർത്തിക്കുന്നത്. ഇനി പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വേദനയ്ക്ക് സഹിച്ച് അത്യാവശ്യം എന്താ പറയാ ക്യാൻസർ അങ്ങനത്തെയൊക്കെ അസുഖങ്ങൾ ഉള്ള ആൾക്കാര്, അങ്ങനത്തെ ഉള്ള ആൾക്കാരെ പ്രത്യേകം അറിയാണ്ട് അവരുടെ ആ ഒരു എന്താ പറയാ അവരുടെ ആ ഒരു സങ്കീർണത ഉണ്ടല്ലോ, ആ രോഗത്തിന്റെ ആ ഒരു സങ്കീർണതയിൽ നിന്ന് ഒരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സുകൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സിനെ മലയാളത്തിൽ സാന്ത്വന ചികിത്സ എന്നാണ് പറയുന്നത്. എന്താണ് സാന്ത്വന ചികിത്സ എന്നത് പറയുന്നത്? ഒരു ആശ്വാസത്തിന് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് പോകണം. അപ്പൊ ആ പേഷ്യൻസിന് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സിൽ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തിട്ട് അവരുടെ മരണം വരെ ട്രീറ്റ്മെന്റ്, ആ ഒരു വ്യക്തിയുടെ മരണം വരെയുമുള്ള ട്രീറ്റ്മെന്റ് അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ചിലപ്പോൾ വർഷങ്ങളോളം എടുക്കുക, ചിലപ്പോൾ മാസങ്ങളോളം എടുക്കുക, അത് ഒരു പേഷ്യന്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെയാണ് ഇവിടെ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ 1-2 ദിവസം അഡ്മിറ്റ് ആവും. അത് ചിലപ്പോൾ കൂടുതൽ ദിവസം ഇപ്പൊ വല്ല ഓപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റിന്റെ ടൈം കൂടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത്. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും നമ്മൾ ആ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റേ ചെയ്യുന്നത്. ഇനി ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് ഒരുപാട് നാള് നമ്മളെ സ്ഥലത്ത് താമസിക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോംലി എൻവയോൺമെന്റ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഹോംലി എൻവയോൺമെന്റ് ആയിരിക്കും മാക്സിമം അവർ എന്ത് ചെയ്യാൻ നോക്കുന്നത്, പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്. നോക്കാം. On the basis of length of stay generally needed for the patient in hospitals can be classified as long stay hospital and short stay hospital. നമ്മുടെ ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ എത്ര നാളാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത്, അതിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റലിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസും പറഞ്ഞു. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ patients in short stay hospital are required to be admitted for relatively shorter period. ചെറിയ കാലയളവിലേക്കായിരിക്കും അവിടെ ഹോസ്പിറ്റൽസിൽ എന്ത് ചെയ്യുന്നത്, പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. 1 or 2 days, ചിലപ്പോൾ 1-2 ദിവസത്തിന് വേണ്ടി അഡ്മിറ്റ് ചെയ്യും. അപ് ടു 20 days, 20 ദിവസം വരെ, 1-2 അതിൽ 20 ദിവസം വരെയാണെങ്കിലും നമ്മൾ എന്ത് പറയും, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്നാണ് പറയുന്നത്. നമ്മളുടെ ലൊക്കാലിറ്റിയിലുള്ള ഭൂരിഭാഗം ഹോസ്പിറ്റൽസും എന്താണ്, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലാണ്. 20 ദിവസത്തോളം ട്രീറ്റ്മെന്റ് അവർ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. 20 ദിവസത്തിനുള്ളിൽ അവർ നമ്മളെ ഡിസ്ചാർജ് ആക്കി വിടും. ഈ മോസ്റ്റ് ഹോസ്പിറ്റൽ ദാറ്റ് we see in our locality are short stay hospital. ലൊക്കാലിറ്റിയിലുള്ള ഭൂരിഭാഗം ഹോസ്പിറ്റൽസും എങ്ങനെയാണ്, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ്. Then നമ്മൾ നോക്കാം ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിലേക്ക് വരാം. These hospitals offer care that generally required its patient to stay for a long term. ഒരു വലിയൊരു കാലയളവിലേക്കായിരിക്കും അവരുടെ പേഷ്യൻസിന് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. such as months, ചിലപ്പോൾ മാസങ്ങളോളം ആവാം, or years, വർഷങ്ങളോളം ആവാം നമ്മൾ ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കണം. in the hospital. Typically such hospitals, മെയിൻ ആയിട്ട് അങ്ങനത്തെ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ഏതാണ്, മെന്റൽ ഹോസ്പിറ്റൽസ്. മാനസിക ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എവിടെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്, മെന്റൽ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, അഡിഷൻസ് അങ്ങനത്തെ ആൽക്കഹോളിക് അഡിക്റ്റ് ആയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ജനറ്റിക് കെയർ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രായമായവരെ നോക്കാനും അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വേദനപൂർണമായ ഒരു കാലഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കുന്ന ഒരു കെയർ യൂണിറ്റ് ആണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഡ്യൂ ടു ലോങ് ടൈം റെസിഡൻഷ്യൽ നീഡ്സ്, ഒരുപാട് നാള് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നില്ല, അങ്ങനത്തെ റെസിഡൻഷ്യൽ നീഡ്സ് വീടിന്റെ ഒരു അന്തരീക്ഷം ഓണം പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എന്തായിരിക്കും അവർക്കൊരു ആശ്വാസം ഉണ്ടാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ നമ്മൾ കാണുന്ന പോലത്തെ സാധാരണ കാണുന്ന ഹോസ്പിറ്റൽസ് ആണ്. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോംലി എൻവയോൺമെന്റ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുക. മാക്സിമം ഹോംലി എൻവയോൺമെന്റ്, അത് ഹോസ്പിറ്റലാണെന്ന് നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നില്ല, അത് വീടിന്റെ ഒരു അന്തരീക്ഷത്തിലായിരിക്കും അവർ എന്ത് ചെയ്യണത്, ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡ്യൂ ടു residential needs, these hospitals are made in such manner that gives it a feel of home-like environment rather than hospital.
നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നത് ഒരു വീട്ടിലേക്ക് ഒരു രീതിയായിരിക്കും അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത് തോന്നുന്നത്. അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യേണ്ട അറ്റ്മോസ്ഫിയർ നമുക്ക് ഈ ഹോം ലൈക്ക് എൻവയോൺമെന്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിൽ പറയാനുള്ളത്. ഇത് മനസ്സിലായോ? ലോങ് സ്റ്റേ ഹോസ്പിറ്റലും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലും. ഓക്കെ ഓക്കെ നമ്മള് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പോർഷനിലുള്ള മോക്ക് ടെസ്റ്റ് കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ. ഇനി നമ്മൾ പിന്നെ എടുത്ത ടോപ്പിക്കിന് വന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആൻസർ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ആൻസർ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. A hospital can offer one or more specialty treatment. One or more specialty treatment are called dash. A hospital that offer one or more specialty treatment are called multi-specialty hospitals. Okay, multi-specialty hospitals. Then, hospital offer care. These hospitals offer care that generally requires its patient to stay for a long term, such as months or years. ഏത് ടൈപ്പ് ഹോസ്പിറ്റൽസ് ആണെന്നാ ചോദിക്കുന്നത്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ. ഓക്കെ ഓക്കെ. The hospital are required to admit for a relatively short period, such as 1 to 20 days, are called dash hospital. Okay. Dash hospitals are built in such a manner that gives it is a feel of home-like environment. Home-like environment rather than hospital. Dash hospital provide home-like environment rather than hospital. Okay, long stay hospital. System of medicine. The hospitals are classified into following. In the current options, ഞാൻ പറയും 4 ആണ്. Options ഞാൻ പറയും. അത് ഏതാ കേൾക്കുന്നത് പറഞ്ഞാൽ homeopathy, Unani, allopathy, all of the above. All of the above ആണ് കിട്ടിയേണ്ടത്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മാറ്റിയിട്ട് അവര് ബാക്കിയുള്ളത് തരും. നമ്മൾ അലോപ്പതി കളയരുത്. All of the above തന്നെ ക്ലിക്ക് ചെയ്യാനായിട്ട് നോക്കാം. Hospital owned by NGOs are example for dash type of hospital. Options ഞാൻ പറയാം. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, പബ്ലിക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ, പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് എന്നൊക്കെയാണ്. അപ്പൊ ഏതാ ഓപ്ഷൻ നോക്കിയിട്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ മാക്സിമം നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് ക്ലിക്ക് ചെയ്യാനായിട്ട് നോക്കാം. The hospital was managed and controlled by private company. Dash hospitals are managed and owned by private company. Corporate hospitals, ആദ്യം പറഞ്ഞ കറക്റ്റാണ്. Corporate hospital. Okay. AIMS is an example of dash kind of hospital. AIMS is an example of dash type of hospital. AIMS is a okay. Central government hospital, state government ആണ് ഓപ്ഷൻ എങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ക്ലിക്ക് ചെയ്യാനായിട്ട് നോക്കാം. പബ്ലിക് ഹോസ്പിറ്റൽ ആണ്. ഇനി അടുത്തത് district hospitals are claims under the category of options under central government, state government, municipal, state government hospitals കീഴിലാണ് വന്നത്. Dash hospitals are municipal hospitals are managed by dash. Municipal hospitals are managed by dash. District administration. Railway is an example of dash type of hospital. Railway is example of dash types of hospital.
ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഏകദേശം ഓക്കെ അല്ലേ? നമ്മ ഇത് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കും. ഇന്നത്തെ പോർഷൻസ് ഏതൊക്കെയായിരുന്നു ഞാൻ എടുത്തത്? ഫസ്റ്റ് എടുത്തത് ഏതാണ്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എടുത്തു. ദെൻ ഓണർഷിപ്പ് ബേസിലുള്ള ക്ലാസിഫിക്കേഷൻസ് എടുത്തു. സിസ്റ്റം ഓഫ് മെഡിസിന്റെ കേസിലുള്ള ക്ലാസിഫിക്കേഷൻ എടുത്തു. ലെങ്ത് ഓഫ് സ്റ്റേ ഒരു 5 മിനിറ്റ് തരാം, ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. 5 മിനിറ്റ് 20 ആണ് വരെ ടൈം ചെയ്ത് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാണോ അല്ലെങ്കിൽ ഇന്നത്തെ ഫസ്റ്റ് പോർഷൻ ആണോ? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി അതാണോ? ഇന്നത്തെ ഫസ്റ്റ് പോർഷൻ ആണോ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി? ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് നമുക്ക് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ആണ്. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് ആയിരിക്കും അവർ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ കാർഡിയാക്കിലെ ഹോസ്പിറ്റലാണെങ്കിൽ കാർഡിയാക്കിൽ മാത്രം ട്രീറ്റ്മെന്റ് അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഹാർട്ട് ആൻഡ് റിലേറ്റഡ് എല്ലാ ട്രീറ്റ്മെന്റും അവർ അവിടെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടായിട്ടുള്ള എക്യുപ്മെന്റ്സും അതേപോലെ ഉള്ള ട്രീറ്റ്മെന്റും എക്യുപ്മെന്റ്സും എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആയിരിക്കും. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി അപ്പൊ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് പറയുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അത് ക്ലിയർ ആയോ? അടുത്തത് ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ജനറൽ കെയർ സെന്റേഴ്സ് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമായവരുണ്ടാവും അത്യാവശ്യം അവശത, ഏജിന്റേതായ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് കൊടുക്കുന്ന ഒരു കെയർ സെന്റർ ആണ് ജനറിക് കെയർ സെന്റർ ആണ്. പ്രായമായവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ കൂടുതൽ എന്ത് ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രായമായവർക്കുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. പ്രായമായവർക്ക് കണ്ടുവരുന്ന രോഗങ്ങളായിരിക്കും കൂടുതൽ അവർ എന്ത് ചെയ്യുന്നത് കാര്യങ്ങളും അതേപോലെ അവർക്കുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും അവർ ആ ഒരു സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ നമ്മുടെ സിസ്റ്റം ഓഫ് മെഡിസിൻസിന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മെയിൻ ആയിട്ട് അലോപ്പതിയാണ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിട്ട് പറയുന്നത്. പക്ഷെ ഇന്ത്യനെ സംബന്ധിച്ച് അലോപ്പതി കൂടാണ്ട് ആൾക്കാർ ഫോളോ ചെയ്യുന്നത് ഹോമിയോപ്പതി ഫോളോ ചെയ്യാറുണ്ട്, ആയുർവേദ ഫോളോ ചെയ്യാറുണ്ട്, യുനാനി ഫോളോ ചെയ്യാറുണ്ട്. സോ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സിസ്റ്റത്തിലും ഓരോ പല ടൈപ്പ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഈ സിസ്റ്റത്തിലൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണ്. അപ്പൊ എന്താണ് ആരെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ ഫോളോ ചെയ്യുന്നത് സിസ്റ്റം ഓഫ് മെഡിസിൻ അലോപ്പതി ചെയ്യണ ഹോസ്പിറ്റൽ ആണെങ്കിൽ അലോപ്പതി ഹോസ്പിറ്റൽസ്, ഹോമിയോ മെഡിസിൻ ആണെങ്കിൽ ഫോളോ ചെയ്യണമെങ്കിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ്, ആയുർവേദ മെഡിസിൻ ആണ് ഫോളോ ചെയ്യണമെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റൽ, യുനാനി ആണെങ്കിൽ യുനാനി ഹോസ്പിറ്റൽസ് എന്ന് പറയും. ഓക്കെ, ആ സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ മനസ്സിലായോ? ദേവിക അല്ലേ പറഞ്ഞത്? ദേവിക്ക് മനസ്സിലായോ? അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടാൽ മതി. ഒന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, അത് നോക്കാം. സിസ്റ്റം ഓഫ് മെഡിസിൻ സിമ്പിൾ ആണ്. നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിന്റെ ബേസിലും ഇന്ത്യയിലെ ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണ്. നമ്പേഴ്സിന്റെ എണ്ണത്തിൽ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ, എന്നാലും എന്താണ് അതിന് നല്ല ഡിമാൻഡ് ആണ് ഉള്ളത്. ആയുർവേദ ഹോസ്പിറ്റൽസ് ഉണ്ട്, അലോപ്പതി ഹോസ്പിറ്റൽസ് ഉണ്ട്, ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ്, യുനാനി ഹോസ്പിറ്റൽസ്. ഈ 4 കാറ്റഗറിയിലാണ് മെയിൻ ആയിട്ട് സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസ് ക്ലാസിഫൈ ചെയ്യണേ. ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യണേ. പബ്ലിക് ഹോസ്പിറ്റൽസ് ഗവൺമെന്റ് കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസിന് പബ്ലിക് ഹോസ്പിറ്റൽസിനും, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസിന് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയും. പബ്ലിക് ഹോസ്പിറ്റൽസിന് വീണ്ടും അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്
സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന ഹോസ്പിറ്റലാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എയിംസ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. ഇനി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസ് ആണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്. ദെൻ പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റീസിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? PSU ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽസ് കഴിഞ്ഞു. നെക്സ്റ്റ് പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റൽ, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ മാനേജ് ഓണും കൺട്രോളും ചെയ്യുന്ന ആരായിരിക്കും? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആയിരിക്കും. പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഹോസ്പിറ്റൽ ബിസിനസ് ആയിട്ട് കണ്ട് ചെയ്യുന്ന ആൾക്കാർ, ഹോസ്പിറ്റലിൽ ഒരു ബിസിനസ് ആയിട്ട് കണ്ട് ചെയ്യുന്ന ആൾക്കാർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് ആണ്. ബിസിനസ് പർപ്പസ് ആയിരിക്കും മെയിൻ ആയിട്ട് അത് എന്താണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ. എങ്ങനെ വേണമെങ്കിലും രോഗിയുടെ കയ്യിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നായിരിക്കും അവരുടെ ലക്ഷ്യം. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഇൻഡിവിജ്വൽ അതേപോലെ പാർട്ണർഷിപ്പ് ഹോസ്പിറ്റൽസ്. ഒരു വ്യക്തി ഒരു വ്യക്തിയാണ് ആ ഹോസ്പിറ്റൽ റൺ ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വൽ ഹോസ്പിറ്റലാണ്. പാർട്ണർഷിപ്പ് ഹോസ്പിറ്റൽ. പിന്നെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എക്സാമ്പിൾ ആണ്. പ്രൈവറ്റ് കമ്പനിയുടെ കീഴിൽ വന്ന ഹോസ്പിറ്റൽസ് ആണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്. The hospital owned and managed by private company are called dash hospitals. എന്ത് എഴുതണം? കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എഴുതണം. കോർപ്പറേറ്റ് കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസിനാണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് എന്ന് വെച്ചാല് NGOന്റെ കീഴിൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അല്ല അവർ ആ ബിസിനസ് നടത്തുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സർവീസ് നടത്തുന്നത്. ഹോസ്പിറ്റലിൽ സർവീസ് ആണ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിനെയാണ് NGOs എന്ന് പറയുന്നത്. ഗവൺമെന്റ് ചെയ്യണ അതേ ഒരു ലക്ഷ്യം തന്നെയാണ് ഈ NGOസും പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു ഹോസ്പിറ്റൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടേ അല്ല, സർവീസ് ആണ് അവരുടെ മെയിൻ എയിം ആയിട്ട് പറയുന്നത്. ഓക്കെ, മോക്ക് ടെസ്റ്റിന് നിങ്ങൾക്ക് ലിങ്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ക്ലാസ് റൂമിൽ. അതിൽ തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റ് കിട്ടും. ലെക്ചർ നോട്ട് എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ അത് ഉപകാരപ്പെടും. ഈ ചാപ്റ്റർ മൊത്തം വായിച്ചോളേക്കാളും അതിനൊപ്പം തന്നെ ലെക്ചർ നോട്ട് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ചില കാര്യങ്ങളൊക്കെ എടുത്ത് ലെക്ചർ നോട്ട് എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, ഇത് തന്നെ സിമ്പിൾ ആയിട്ടുള്ള, അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള നോട്ടാണ് നമ്മുടെ പോർഷനിലുള്ളത്. നമുക്ക് ഈ തന്നിരിക്കുന്ന PDF സെപ്പറേറ്റ് നോട്ട് ഞാൻ തന്നില്ല. ഞാനിപ്പോ പറയുന്ന സമയത്ത് തന്നെ ലെക്ചർ നോട്ട് എഴുതി പോവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി നോട്ട് ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പറയും. ഓക്കെ, ആരാണ് അത് മതിയാവും ഒരു മോനെ. ഒരു മൊഡ്യൂളിന് ഒരു നോട്ട് മിസ്സുമാരുടെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ ചാപ്റ്ററുടെ പേര് വെച്ചിട്ടോ നോട്ട് എഴുതി പോകുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മോക്ക് ടെസ്റ്റിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ എക്സാമും മോഡൽ എക്സാം വരുമ്പോഴും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചില മിക്കവരും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. അത് നോക്കാൻ നമുക്ക് ഐഡിയ കിട്ടും ഏകദേശം. എല്ലാ ചാപ്റ്ററിന്റെയും ഡീറ്റെയിൽസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. എല്ലാ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും കൂടി ഒരുമിച്ച് ആവുമ്പോൾ അത്യാവശ്യം നമുക്ക് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, ഇന്നാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. ക്ലാസ് റൂമിൽ ചെന്നിട്ട് ആദ്യം മുതലുള്ള റെക്കോർഡ് ക്ലാസ് കാണാം. ഞാൻ ഫസ്റ്റ് പോർഷൻ എടുത്തപ്പോ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? പ്രസന്റ് ആയിരുന്നില്ല? എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഫസ്റ്റ് പോർഷൻ എടുത്തത് കേട്ടോ. ഇല്ലായിരുന്നു അല്ലെ? അവർക്കാണ് തോന്നുന്നത് എന്റെ സ്പീഡ് പ്രശ്നമായിട്ട് തോന്നിയത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ഒരു ലെവലിൽ തന്നെ ഞാൻ എടുത്തത്. ആദ്യത്തെ പോർഷൻ എടുത്തപ്പോ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് മാക്സിമം ഈ കഴിഞ്ഞിരിക്കുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് കാണാനായിട്ട് നോക്കാട്ടെ. കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സുകളിലേക്ക് അറ്റൻഡ് ചെയ്യാം. അതായത് കുറച്ചും കൂടി ബേസ് കിട്ടും നിങ്ങൾക്ക്.
ഏകദേശം ഇൻട്രോഡക്ഷനിലേക്ക് അത്യാവശ്യം ബേസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ക്ലാസ് കണ്ടിട്ട് കാണാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, കാണാത്ത കുട്ടികൾ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നുവെച്ചാല് ക്ലാസ്സിൽ ഇതിന് മുമ്പ് ക്ലാസ്സിൽ കയറാത്ത പിള്ളേരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്. അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങള് അത്യാവശ്യം നല്ല ഇതിലെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു ലെവലിൽ തന്നെയാണ് ഈ പ്രാവശ്യം എടുത്തത്. സ്പീഡ് ആ ഒരു ലെവലിൽ തന്നെ എടുത്ത് പോയത് കേട്ടോ. അപ്പൊ ആ സ്പീഡ് എനിക്ക് തോന്നിയില്ല. ചാപ്റ്റർ 2ന്റെ ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കാൻ തോന്നണം. PGI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് തോന്നുന്നത്. മെഡിക്കൽ റിസർച്ച് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് PGI. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. എന്റെ പേര് അപർണ എന്നാണ്. നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ പുതിയ പിള്ളേരുണ്ടെന്ന്. ഇല്ലെങ്കിൽ ഞാൻ പേരൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാനായിരുന്നു. എനിക്ക് മുമ്പ് എന്റെ ക്ലാസ് തരുന്നില്ലേ ഇവിടെ? ഓക്കെ, ഓക്കെ, അപർണ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. അപ്പൊ ഇന്നത്തെ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇങ്ങോട്ട് ഓണാക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോ. മാം, സിസ്റ്റം ഓഫ് മെഡിസിൻസ് 4 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അലോപ്പതി, ആയുർവേദ, പിന്നെ യുനാനി, ഇതൊക്കെ ഏതോ ഇത് പറഞ്ഞല്ലോ 3 ടൈപ്പിൻ്റെത് സെപ്പറേറ്റഡ് 3 ഇതിൽ പെടുന്നെന്ന്. അത് ഏതാണെന്ന് പറഞ്ഞു തരാമോ? അതിന്റെ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് അലോപ്പതി ഉണ്ട്, അതേപോലെ ആയുർവേദ, അതേപോലെ യുനാനി, ഹോമിയോപ്പതി, 4 ഉണ്ട്. ആദ്യം നമ്മുടെ അലോപ്പതിയുടെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് പിന്നെ അവര് ഈ 3 ഹോസ്പിറ്റൽസിന്റെ പേര് മാത്രം പറഞ്ഞത്. നമ്മൾ കാണുന്ന ഭൂരിഭാഗം ഹോസ്പിറ്റൽസും എന്താണ് അലോപ്പതി ഹോസ്പിറ്റൽസ്, അല്ലെങ്കിൽ അലോപ്പതി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അലോപ്പതി മെഡിസിൻസ് ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് നമ്മൾ കാണുന്ന ഭൂരിഭാഗം ഹോസ്പിറ്റൽസും. ഓക്കെ, PGയുടെ ഫോം നേരത്തെ ഇട്ടിട്ടായിരുന്നു. ഞാൻ നോക്കട്ടെ, പഴയ മെസ്സേജ് പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആണ് മെസ്സേജ് ഉണ്ട്. എല്ലാവരും എടുത്ത് എഴുതി വെക്കാം കേട്ടോ. ഇനി ഡൗട്ട് ഉണ്ടോ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയണേല്? ഇല്ല മാം, 4 ടൈപ്സ് ഉണ്ട്. പിന്നെ കൂടുതലും അലോപ്പതിയാണ് ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കി 3 നോർമലി ഉള്ളതാണെന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, കൂടുതലായിട്ടൊന്നുമില്ല. പേരുകളൊന്നും ഓർത്തിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതിന് എക്സാമ്പിൾ ചോദിക്കണം ഹോമിയോപ്പതി ഇങ്ങനെ ചോദിക്കുള്ളൂ. നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് തരും. അലോപ്പതി ഉണ്ടാവും, ഹോമിയോപ്പതി ഉണ്ടാവും, ആയുർവേദിക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അലോപ്പതിനെ വിട്ട് കളയരുത്. കാരണം അലോപ്പതി നമ്മുടെ സിസ്റ്റം ഓഫ് മെഡിസിൻസിൽ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണ്. അലോപ്പതി ബേസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് കൂടുതലായിട്ടുള്ളത്. നമുക്ക് ഈ 3 ഹോസ്പിറ്റൽ പേര് മാത്രം വീഡിയോയിൽ പറയുന്നുള്ളൂ. രണ്ടാമത് ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്നത്തെ 2 ക്ലാസ് കഴിഞ്ഞിട്ടാണ് മോക്ക് ടെസ്റ്റ് വേണേട്ടാ. അപ്പൊ താങ്ക് യു കേട്ടോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ വേറെ? താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. 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 താങ്ക് യു മാം. Thank you.
Thank you, ma'am.